നമസ്കാരം. 2025 ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അവിസ്മരണീയ വിജയം നേടാൻ UDF സാധിച്ച ഒരു ജില്ലയാണ് കൊല്ലം ജില്ല എന്ന് പറയുന്നത്. കൊല്ലം കോർപ്പറേഷനൊക്കെ UDF ഭരിക്കുമെന്ന് കോൺഗ്രസ്സുകാർ പോലും അല്ലെങ്കിൽ UDF പോലും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് വേണം കരുതാനായിട്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് UDF വളരെ വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കൊല്ലം ജില്ല എന്ന് പറയുന്നത്. കൊല്ലം ജില്ലയിൽ 2021 കൊല്ലം ജില്ലയിലെ ആദ്യ നിയോജക മണ്ഡലമായ കൊല്ലം നിയോജക മണ്ഡലം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് M മുകേഷ് CPIM-ന്റെ 58,524 വോട്ടുകൾ നേടുകയും ബിന്ദു കൃഷ്ണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 56,452 വോട്ടുകൾ നേടുകയും ചെയ്തിരുന്നു. ഏകദേശം 2072 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അന്ന് ബിന്ദു കൃഷ്ണയെ പരാജയപ്പെടുത്തിക്കൊണ്ട് M മുകേഷ് വിജയിച്ചത്. അന്ന് BJP-യുടെ M സുനിലാണ് മത്സരിച്ചിരുന്നത്. 14,252 വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇപ്രാവശ്യം കൊല്ലത്ത് CPM-ന് മേൽക്കൈ എന്ന് പറയുന്നത് 45,629 വോട്ടുകൾ നേടാൻ സാധിച്ചപ്പോൾ 43,051 വോട്ടുകൾ UDF നേടുകയും 26,505 വോട്ടുകൾ BJP നേടുകയും ചെയ്തിട്ടുണ്ട്. അതായത് 14,252 നിന്നാണ് BJP-യുടെ നേട്ടം 26,505 എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം 12,000 വോട്ടുകളുടെ വർധനവ് BJP-ക്ക് കൊല്ലം നിയോജക മണ്ഡലത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം LDF തന്നെയാണ് മേൽക്കൈ. 2,578 വോട്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ 2072 നിന്ന് 506 വോട്ടുകൾ വർദ്ധിപ്പിച്ച് 2,578 ഒരു മേൽക്കൈ നേടാനായിട്ട് കൊല്ലത്ത് LDF സാധിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ വീണ്ടും ഇരവിപുരത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇരവിപുരത്ത് കഴിഞ്ഞ പ്രാവശ്യം M നൌഷാദാണ് CPM-നെ മത്സരിച്ചിരുന്നത്. അന്ന് 71,573 വോട്ടുകൾ അദ്ദേഹം നേടിയപ്പോൾ RSP-യുടെ ബാബു ദിവാകരൻ 43,452 വോട്ടുകൾ നേടുകയും രഞ്ജിത്ത് രവീന്ദ്രൻ BDJS സ്ഥാനാർത്ഥിയായിരുന്നു 8,468 വോട്ടുകൾ നേടുകയുമാണ് ചെയ്തത്. അന്ന് 20,121 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയിട്ടാണ് M നൌഷാദ് വിജയിച്ചത്. അവിടെ നമ്മൾ 2025 നടന്ന തെരഞ്ഞെടുപ്പ് പരിശോധിക്കുന്ന സമയത്ത് 45,498 വോട്ടുകൾ UDF-നും 45,603 വോട്ടുകൾ LDF-നും 24,221 വോട്ടുകൾ BJP-ക്കും കിട്ടുമ്പോൾ 105 വോട്ടുകളുടെ ലീഡ് മാത്രമാണ് അവിടെ LDF-ന് കിട്ടുന്നത്. അതായത് 28,121 നിന്നാണ് 105 എത്തിയിരിക്കുന്നത്. അവിടെ ശരിക്കും LDF-ന് ഒരു റെഡ് അലേർട്ട് തന്നെയാണ്. അത് കൂടാതെ 8,468 എന്ന 2021 വോട്ടിൽ നിന്ന് BJP 24,000 ഏകദേശം 16,000-ഓളം വോട്ടുകൾ ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതും പ്രത്യേകം പരിശോധിക്കേണ്ട വസ്തുതയാണ്. അവിടെ നമ്മൾ നേരെ ചടയമംഗലത്തേക്ക് വരുമ്പോഴത്തേക്ക് J ചിഞ്ചുറാണിയുടെ മണ്ഡലമാണ്. J ചിഞ്ചുറാണി 2021 67,252 വോട്ടുകൾ നേടുകയും എതിർ സ്ഥാനാർത്ഥികളായ MM നസീർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 53,574 വോട്ടുകൾ നേടുകയും വിഷ്ണു പട്ടത്താനം BJP-യുടെ 22,238 വോട്ടുകൾ നേടുകയും ചെയ്തപ്പോൾ 13,678 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അന്ന് J ചിഞ്ചുറാണിക്ക് ഉണ്ടായിരുന്നത്. അവിടെ നമ്മൾ ഈ ത്രിതല പഞ്ചായത്തിന്റെ കണക്കെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് UDF-ന് 57,636 വോട്ടുകൾ, LDF-ന് 58,829 വോട്ടുകൾ, BJP-ക്ക് 17,374 വോട്ടുകളുടെ മേൽക്കൈ. അവിടെ LDF-ന് ഭൂരിപക്ഷം 1,193 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും അതൊരു റെഡ് അലേർട്ട് തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതല്ലാത്ത പക്ഷം LDF-ന് ആ സീറ്റ് നഷ്ടപ്പെടും. UDF കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ച് നല്ല സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രാദേശികമായിട്ടൊക്കെ നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ട്. അവരിൽ ആരെങ്കിലും ഒക്കെ പരിഗണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചടയമംഗലം UDF-ന് പിടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു സീറ്റാണ്. അവിടെ നമ്മൾ നേരെ ചവറയിലേക്ക് വരുന്ന സമയത്ത് ചവറയിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് സുജിത് വിജയൻപിള്ളയും ഷിബു ബേബി ജോണും തമ്മിലാണ് മത്സരം നടന്നിരുന്നത്. 63,282 വോട്ട് സുജിത് വിജയൻപിള്ള നേടുകയും ഷിബു ബേബി ജോൺ 62,186 വോട്ടുകൾ ആണ് നേടിയത്. വിവേക് ഗോവൻ BJP-യുടെ 14,211 വോട്ടുകൾ നേടുകയും ചെയ്തിരുന്നു. 1,096 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് LDF-ലെ സുജിത് വിജയൻപിള്ള വിജയിച്ച ഒരു സ്ഥലമാണ് ചവറ എന്ന് പറയുന്നത്. ഇപ്രാവശ്യം നമ്മൾ നോക്കുന്ന സമയത്ത് UDF-ന് 60,508 വോട്ടുകൾ, LDF-ന് 52,712 വോട്ടുകൾ, BJP-ക്ക് 19,661 വോട്ടുകൾ, UDF-ന് അവിടെ 7,796 വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷം ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ചവറയെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഷിബു ബേബി ജോൺ അവിടെ RSP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സമയത്ത് കോൺഗ്രസ് ഒട്ടുമിക്ക സമയങ്ങളിലും അവിടെ കാലുവാരുക പതിവാണ്. ആ കാലുവാരലിന്റെ അടിസ്ഥാനത്തിലാണ് ചവറയിലുള്ള RSP-യുടെ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് പലപ്പോഴും പരാജയപ്പെടേണ്ടതായിട്ട് വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ വീണ്ടും ചവറയിൽ നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് വരുന്ന സമയത്ത് കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ പ്രാവശ്യം CR മഹേഷ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 94,225 വോട്ടുകളാണ് നേടിയത്.
ആർ രാമചന്ദ്രൻ CPIയുടെ 60,017 വോട്ടുകൾ, ബിറ്റി സുധീർ BJPയുടെ 12,144 വോട്ട്, മൊത്തം 29,208 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് CR മഹേഷ് അവിടെ ഒരു അട്ടിമറി വിജയം നേടിയത്. ഏറ്റവും ഒരു പ്രാധാന്യമേറിയ ഒരു മത്സരമായിരുന്നു, അല്ലെങ്കിൽ ഒരു തിരിച്ചുപിടുത്തമായിരുന്നു കരുനാഗപ്പള്ളിയിലെ ഇത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അവിടെ നിന്ന് നമ്മൾ 2025 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് 67,623 വോട്ടുകൾ UDFനും 62,977 വോട്ടുകൾ LDFനും 33,839 വോട്ടുകൾ BJPക്കും ലഭിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 12,000 കടന്നിരുന്ന വോട്ടുകളാണ് ഇവിടെ BJPക്ക് 33,000 വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം BJPയുടെ വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ CR മഹേഷിന് ലഭിച്ചിരുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഏതൊക്കെയാലും അവിടെ UDFന് തന്നെയാണ് 4,646 വോട്ടിന്റെ ലീഡ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. വളരെ ജനകീയനായ ഒരു MLA തന്നെയാണ് CR മഹേഷ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവിടെ നമ്മൾ നേരെ കുന്നത്തൂരിലേക്ക് വരുന്ന സമയത്ത് കോവൂർ കുഞ്ഞുമോനും ഉല്ലാസ് കോവൂരും തമ്മിൽ നടന്ന വാശിയേറിയ മത്സരമായിരുന്നു കുന്നത്തൂരിൽ നടന്നത്. അവിടെ കോവൂർ കുഞ്ഞുമോൻ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് 69,436 വോട്ടുകൾ നേടുകയും ഉല്ലാസ് കോവൂര് RSPയുടെ നേതാവായിട്ട് മത്സരിച്ച് 66,646 വോട്ടുകൾ നേടുകയും രാജീവ് പ്രസാദ് BJPയുടെ 21,760 വോട്ടുകൾ നേടുകയും ചെയ്തു. 2,790 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് കോവൂർ കുഞ്ഞുമോന് ഉണ്ടായത്. വാശിയേറിയ ഒരു മത്സരമായിരുന്നു അവിടെ നടന്നിരുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവിടെ നിന്ന് നമ്മൾ 2025 ത്രിതല പഞ്ചായത്തിലേക്ക് വരുന്ന സമയത്ത് UDFന് 64,504 വോട്ടുകൾ, LDFന് 63,910 വോട്ടുകൾ, BJPക്ക് 32,918 വോട്ടുകൾ. അവിടെ 594 വോട്ടിന്റെ ലീഡ് UDFന് ഉണ്ട് എന്ന് പറയുന്ന സമയത്തും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, BJP 21,000 വോട്ടിൽ നിന്ന് തങ്ങളുടെ വോട്ട് വർദ്ധിപ്പിച്ച് 33,000 എത്തിയിട്ടുണ്ട്. അതായത് 12,000 വോട്ടുകളുടെ ഒരു വലിയ വർധനവ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അവിടെ നമ്മൾ നേരെ കൊട്ടാരക്കരയിലേക്ക് വരുന്ന സമയത്ത് കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ ആണ് മത്സരിച്ചിരുന്നത്. 68,770 വോട്ടുകൾ നേടുകയും R രശ്മി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 57,956 വോട്ടുകൾ നേടി. വായക്കൽ സോമൻ BJP 21,223 വോട്ടുകൾ നേടി. മൊത്തം 10,814 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് KN ബാലഗോപാൽ വിജയിച്ചത്. കൊട്ടാരക്കരയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇപ്രാവശ്യം 52,672 വോട്ടാണ് 2025 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFന് ലഭിക്കുന്നത്. LDFന് 52,816 വോട്ടുകൾ, 36,356 വോട്ടുകൾ BJPക്കും ലഭിക്കുന്ന ഒരു സാഹചര്യം കൊട്ടാരക്കരയിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം BJPയുടെ വോട്ട് എന്ന് പറയുന്നത് 21,223 വോട്ടായിരുന്നു. ആ 21,223 എന്ന വോട്ടിൽ നിന്നും 36,356 ഉയരുക എന്ന് പറഞ്ഞാൽ ഏകദേശം 15,000 വോട്ടിന്റെ നേട്ടമുണ്ടാക്കാനായിട്ട് കൊട്ടാരക്കരയിൽ BJPക്ക് സാധിച്ചിരിക്കുന്നു. ഇപ്രാവശ്യവും കൊട്ടാരക്കരയിൽ 144 വോട്ടിന്റെ ലീഡ് മാത്രമാണ് LDFനുള്ളത്. LDFന് റെഡ് അലർട്ട് അടിക്കുന്ന അടുത്ത സ്ഥലമാണ് കൊട്ടാരക്കര എന്ന് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അവിടെ നമ്മൾ പത്തനാപുരത്തേക്ക് വരുന്ന സമയത്ത് പത്തനാപുരത്ത് KB ഗണേഷ് കുമാറാണ് 2021 മത്സരിച്ചത്. കേരള കോൺഗ്രസ് ബിയുടെ 67,276 വോട്ടുകൾ അദ്ദേഹം നേടുകയുണ്ടായി. ജ്യോതികുമാർ ചാമക്കാല 52,940 വോട്ടുകൾ നേടുകയുണ്ടായി. VS ജിതിൻദേവ് BJPയുടെ 12,398 വോട്ടുകൾ നേടുകയുണ്ടായി. 14,336 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണെന്ന് KB ഗണേഷ് കുമാർ അവിടെ നിന്ന് വിജയിച്ചത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇപ്രാവശ്യത്തെ നമ്മൾ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് 55,827 വോട്ട് UDFനും 53,230 വോട്ട് LDFനും 22,766 വോട്ടുകൾ BJPക്കും 2,597 വോട്ടിന്റെ ഭൂരിപക്ഷം UDFനുണ്ട്. KB ഗണേഷ് കുമാറിന്റെ വ്യക്തിപരമായ വോട്ടുകളാണ് പലപ്പോഴും അദ്ദേഹത്തെ അവിടെ വിജയിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ 2,597 വോട്ടിന്റെ ഭൂരിപക്ഷത്തെ മറികടക്കാനായിട്ട് ഗണേഷ് കുമാറിന് സാധിക്കും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അവിടെ UDFന് വേണ്ടിയിട്ട് ജ്യോതികുമാർ ചാമക്കാല അല്ലാതെ മറ്റേതെങ്കിലും ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയാണ് വരുന്നത് എങ്കിൽ ഒരുപക്ഷെ UDFന് ആ സീറ്റ് പിടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അവിടെയുള്ള പുനരൂരിലേക്ക് വരുന്ന സമയത്ത് PS സുബാൽ CPIയുടെ 80,428 വോട്ടുകളാണ് PS സുബാൽ നേടിയത്. അബ്ദുറഹ്മാൻ രണ്ടത്താണി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 43,371 വോട്ടുകൾ നേടുകയും ചെയ്തു. ആയൂർ മുരളി BJPയുടെ 20,069 വോട്ടുകൾ നേടി. അവിടെ PS സുബാലിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 37,057 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. അവിടെ നിന്ന് നമ്മൾ 2025 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് 57,291 വോട്ടുകൾ UDFും 65,661 വോട്ട് LDFും 19,947 വോട്ട് BJP നേടുമ്പോഴും LDFന് അവിടെ
8370 വോട്ടുകളുടെ ഒരു ലീഡുണ്ട്. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും അവിടെ LDF തന്നെ ഒരു ഉറച്ച കോട്ടയാണ്. അവിടെ BJP-യുടെ 19,000 20,000 എന്നുള്ളത് അവിടെ വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. മറ്റു എല്ലാ നിയോജക മണ്ഡലങ്ങളിലും BJP വോട്ട് വർദ്ധിപ്പിക്കുന്ന സമയത്ത് പുനലൂര് അവർക്ക് ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ വോട്ട് കുറഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അവിടെ നമ്മൾ നേരെ ചാത്തന്നൂരിലേക്ക് വരുന്ന സമയത്ത് GS ജയപാൽ CPI-യുടെ മത്സരിച്ചത് 59,296 വോട്ടുകൾ നേടിയിരുന്നു. BB ഗോപകുമാർ BJP-യുടെ 42,090 വോട്ടുകൾ നേടിയിരുന്നു. INC-യുടെ N പീതാംബരക്കുറുപ്പ് മൂന്നാം സ്ഥാനത്തേക്ക് പോയിരുന്നു, 34,280 വോട്ടുകൾ. അവിടെ 17,206 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് GS ജയലാൽ CPI വിജയിച്ചത്. 2025 നടന്ന ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF 42,465 വോട്ടുകൾ നേടുകയും LDF 54,117 വോട്ടുകൾ നേടുകയും BJP 36,580 വോട്ടുകൾ നേടുകയും അവിടെയും BJP-യുടെ വോട്ട് ഒരു 6,000-ഓളം വോട്ടുകളുടെ കുറവ് സംഭവിക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും LDF-ന് 11,652 വോട്ടുകളുടെ ഒരു മേൽക്കൈ ചാത്തന്നൂരുണ്ട്. ചാത്തന്നൂർ തീർച്ചയായിട്ടും അപ്പം LDF-ന് തന്നെ അനുകൂലമായിട്ടുള്ളൊരു മണ്ഡലമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് പിന്നീട് നമ്മൾ ഇവിടത്തേക്ക് കുണ്ടറയാണ്. കുണ്ടറയിൽ ആരും പ്രതീക്ഷിക്കാത്ത അട്ടിമറി വിജയം നേടിയ ഒരു സ്ഥലമാണ് കുണ്ടറ എന്ന് പറയുന്നത്. മേഴ്സിക്കുട്ടി അമ്മയെ PC വിശ്വനാഥ് പരാജയപ്പെടുത്തിയ സ്ഥലം. PC വിശ്വനാഥിന് ഏകദേശം 76,405 വോട്ടുകൾ ലഭിച്ചപ്പോൾ മേഴ്സിക്കുട്ടിയമ്മ CPM-ന് 71,882 വോട്ടുകളാണ് ലഭിച്ചത്. വനജ വിദ്യാധരൻ BDS-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. 36,100 വോട്ടുകളാണ് അവർക്ക് ലഭിച്ചത്. 4,523 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് PC വിശ്വനാഥ് കുണ്ടറയിൽ വിജയിച്ചിട്ടുള്ളത്. നമ്മൾ ഈ പ്രാവശ്യം നോക്കുന്ന സമയത്ത് കുണ്ടറയിൽ 54,199 വോട്ട് UDF-നും 58,457 വോട്ട് LDF-നും 33,481 വോട്ട് BJP-ക്കും അവിടെ 4,258 വോട്ടിന്റെ ഒരു മേൽക്കൈ നേടാനായിട്ട് LDF-ന് സാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കുണ്ടറ എന്ന് പറയുന്നത് LDF-ന് അനുകൂലമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യം മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ നിർഭാഗ്യവശാൽ മേഴ്സിക്കുട്ടിയമ്മ പരാജയപ്പെട്ടു പോയത്. P വിശ്വനാഥാണ് ഇപ്പോഴത്തെ അവിടുത്തെ നിലവിലത്തെ MLA. അദ്ദേഹത്തിന് ജനസ്വീകാര്യത ഉണ്ടെങ്കിലും 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വളരെ കനത്ത ഒരു മത്സരമായിരിക്കും നൽകുക എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ജില്ലകളിലും BJP കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു. നമ്മൾ ഇന്നലെ പത്തനംതിട്ട ജില്ല എടുത്തപ്പോഴും ഈ സമാനമായ കാര്യം പറഞ്ഞിരുന്നതാണ്. അവിടെയും BJP വോട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു. കൊല്ലത്തെ പല നിയോജക മണ്ഡലങ്ങളിലും BJP വോട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇതിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താ വെച്ചാൽ കൊല്ലം ജില്ലയിൽ 11 സീറ്റുകൾ 4 സീറ്റുകൾ പിടിച്ചെടുക്കും എന്നാണ് UDF-ന്റെ അവകാശവാദം. എങ്കിൽ തന്നെയും ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല, ശക്തമായ മത്സരമായിരിക്കും കൊല്ലം ജില്ലയിൽ നടക്കുക. അവിടെ BJP നേടുന്ന വോട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും UDF ആണോ LDF ആണോ വിജയിക്കുക അല്ലെങ്കിൽ പരാജയപ്പെടുക അല്ലെങ്കിൽ മേൽക്കൈ നേടുക എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ഏതൊക്കെയായാലും നാളെ തിരുവനന്തപുരം ജില്ലയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.